ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത്. രോഗാണുക്കളെ പാത്തോജൻസ് എന്നാണ് പറയുന്നത്. പാത്തോജൻസ് മീൻസ് രോഗകാരികൾ. ഈ പാത്തോജൻസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പാത്തോളജി. അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചും അതിന്റെ എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അതിനൊക്കെ പറ്റിയിട്ടുള്ള പഠനത്തിന് പറയുന്ന പേരാണ് എന്ത്? പാത്തോളജി. ഇനി ഈ രോഗകാരികൾ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കൾ മാത്രമായിരിക്കില്ല. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇവയ്ക്ക് എന്താണ്? സൂക്ഷ്മാണുക്കളാണ്. അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തവയാണവ. അവ മാത്രമായിരിക്കില്ല രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെയോ വിരകള്. വിരകൾ എന്ന് പറയുന്നത് സൂക്ഷ്മാണു അല്ല. അപ്പൊ ഈ വിരകളും എന്തുണ്ടാക്കുന്നുണ്ട്? രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ദെൻ വിരകൾക്ക് നെമറ്റോഡ്സ് എന്നാ പറയാ. നെമറ്റോഡ്സ് ഇവയൊക്കെയാണ് എന്ത്? രോഗകാരികൾ. ഓക്കെ, അപ്പൊ രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് രോഗകാരികൾ. അവയെ നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നു. അവയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? പാത്തോളജി. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിര ഇവയൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്? രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതില് ആദ്യം നമുക്ക് നോക്കാം ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയൽ രോഗങ്ങൾ. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടത് വരുന്നതാണ് സന്നിപാത ജ്വരം, ന്യൂമോണിയ, തൊണ്ടമുള്ള്, കുഷ്ഠം, ക്ഷയം, കോളറ, പ്ലേഗ്, പറങ്കിപ്പുണ്ണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സിഫിലിസ്, പിന്നെ ഗൊണോറിയ, ദെൻ ക്ലാമിഡിയാസിസ്. ഇവയൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇതില് പറങ്കിപ്പുണ്ണ്, ഗൊണോറിയ, ക്ലാമിഡിയാസിസ് ഇവയെ നമ്മൾ STD എന്നാണ് പറയുക. STD അഥവാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതായത് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് പറങ്കിപ്പുണ്ണ് അഥവാ സിഫിലിസ്, ഗൊണോറിയ, ദെൻ ക്ലാമിഡിയാസിസ്. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങളാണ് സന്നിപാത ജ്വരം, അതാണ് ടൈഫോയിഡ്, ന്യൂമോണിയ, തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ, കുഷ്ഠം, ക്ഷയം, കോളറ, പ്ലേഗ്, പറങ്കിപ്പുണ്ണ്, ഗൊണോറിയ, ക്ലാമിഡിയാസിസ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം രണ്ടെണ്ണം നോക്കാം, സന്നിപാത ജ്വരവും ന്യൂമോണിയയും. സന്നിപാത ജ്വരം എന്ന് പറഞ്ഞാൽ അത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ആണത്. അതിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് സാൽമൊണല്ല ടൈഫി. സാൽമൊണല്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് എന്തിന് കാരണം? സന്നിപാത ജ്വരത്തിന് കാരണം. ഓക്കെ, ഇത് വൃത്തിഹീനമായ ആഹാരം, ജലം എന്നിവയിലൂടെയാണ് പകരുന്നത്. ബാധിക്കുന്നത് ചെറുകുടലിനെയാണ്. ചെറുകുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് പരിശോധിക്കാനുള്ള ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ഇനി ഇതിനെതിരെയുള്ള വാക്സിൻ ആണ് ടാബ് വാക്സിൻ. ടാബ് വാക്സിൻ എന്ന് പറയുന്നത് ടൈഫോയിഡ് A വാക്സിനും ഉണ്ട്, ടൈഫോയിഡ് B വാക്സിനും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതാണ് എന്ത്? ടാബ് വാക്സിൻ. ഓക്കെ, അപ്പം സന്നിപാത ജ്വരം എന്ന് പറയുന്നത് എന്താണ്? ടൈഫോയിഡ് ആണ്. സാൽമൊണല്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത്. വൃത്തിഹീനമായ ജലം, ആഹാരം എന്നിവയിലൂടെയാണ് അത് പകരുന്നത്. ചെറുകുടലിനെയാണ് അത് ബാധിക്കുന്നത്. വൈഡൽ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ടാബ് വാക്സിൻ, ടൈഫോയിഡ് A വാക്സിൻ ആൻഡ് ടൈഫോയിഡ് B വാക്സിൻ. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന പനിയാണ്. അതായത് 39 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉയർന്ന പനി, ടൈഫോയിഡ് ഫീവർ ആണത്. അതുപോലെ വയറുവേദന, വിശപ്പില്ലായ്മ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അടുത്തതാണ് ന്യൂമോണിയ. ന്യൂമോണിയക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. അതുപോലെ ഒരു രോഗകാരി കൂടി ഉണ്ട്,
അതിന്റെ പേരാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഈ 2 രോഗകാരികളാണ് എന്തിന് കാരണം? ന്യൂമോണിയയ്ക്ക് കാരണം. അത് ശ്വാസകോശത്തിലുള്ള വായു അറകൾ, അതായത് ആൽവിയോളൈ, അതിനെയാണ് അത് ബാധിക്കുന്നത്. പിന്നീട് ഇതിന്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ന്യൂമോണിയന്റെ ഒരു രോഗലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, രോഗം കഠിനമാവുകയാണെങ്കിൽ ചുണ്ടുകളും അതുപോലെ കൈവിരലുകൾ, നഖങ്ങളൊക്കെ ചാര നിറത്തിൽ നിന്ന് എന്തായിട്ട് മാറും? നീല നിറമായിട്ട് മാറും. അത് ഈ ന്യൂമോണിയയുടെ ഒരു രോഗലക്ഷണമാണ്. പിന്നെ ഇന്ത്യയില് കുട്ടികളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു രോഗം ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂമോണിയയാണ്. ഓക്കെ, അപ്പൊ 2 ബാക്ടീരിയകളാണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയൻ അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഈ 2 ബാക്ടീരിയകളാണ് എന്തിന് കാരണം? ന്യൂമോണിയയ്ക്ക് കാരണം. അത് ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയാണ്. വായുവിലൂടെ പകരുന്ന മിക്ക രോഗങ്ങളും ബാധിക്കുന്നത് ശ്വാസകോശത്തിനെ ആയിരിക്കും. ഇനി മറ്റ് ബാക്ടീരിയൽ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയൽ രോഗങ്ങളും അവരുടെ രോഗകാരികളും. ക്ഷയത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അതുപോലെ കുഷ്ഠം, ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ലെപ്രൈ. കുഷ്ഠത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ഇത് മൈക്കോബാക്ടീരിയം ലെപ്രൈ. കുഷ്ഠത്തിന്റെ മറ്റൊരു പേരാണ് ഹാൻസൺസ് രോഗം. സമ്പർക്കത്തിലൂടെയാണ് കുഷ്ഠം പകരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പകർച്ചാനിരക്ക് കുറഞ്ഞ രോഗം ഏതാന്ന് ചോദിച്ചാൽ അത് കുഷ്ഠമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫ്തീരിയ. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ. ദെൻ നെക്സ്റ്റ് വരുന്നത് കോളറ. കോളറയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ഒരു കോമ ഷേപ്പുള്ള ബാക്ടീരിയ. അതേപോലെ ഒരു കോമ ഷേപ്പുള്ള ഒരു ബാക്ടീരിയ ആണ് ഇത് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ടെറ്റനസ്. ടെറ്റനസിന്റെ മറ്റൊരു പേരാണ് ലോക്ക് ജോ ഡിസീസ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. നെക്സ്റ്റ് വരുന്നത് സിഫിലിസ്. സിഫിലിസ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ട്രിപ്പണിമ പാലിഡ. ഗൊണോറിയ, ഇതിന് കാരണമായിട്ടുള്ളതാണ് നൈസീറിയ ഗൊണേറിയെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലാമിഡിയാസിസ്. ഇതിന് കാരണം ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങൾ വരുന്നത്. ഇനി ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഇത് BCG. BCG അഥവാ ബാസില്ലസ് കാൽമെറ്റ് ഗ്യൂറിൻ എന്ന് പറഞ്ഞ വാക്സിൻ ആണ് ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നത്. ഇത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നൽകുന്ന ഒരു വാക്സിൻ ആണ് ഇത് BCG എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അഥവാ ഡോട്ട്സ്, അതാണ് ലോകമാകെ അംഗീകരിച്ചിരിക്കുന്ന ഡോട്ട്സ്. ഈ ചികിത്സാ രീതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഡോട്ട്സ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറയുന്നത്. ഇനി കേരളത്തില് ഈ ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ഇത് അക്ഷയ കേരളം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ്? മോഹൻലാൽ ആണ്. ഇനി ബാക്ടീരിയൽ രോഗങ്ങൾ മനുഷ്യരിൽ മാത്രമല്ല ഉണ്ടാവുക, മൃഗങ്ങളിലും ഉണ്ടാവും. അങ്ങനെ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ രോഗമാണ് എന്ത്? ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് കാറ്റിൽസ്, കന്നുകാലികളിൽ കാണപ്പെടുന്ന രോഗമാണ്. ടെറ്റനസ് എന്ന് പറയുന്നത് മുറിവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. നമ്മൾ പറഞ്ഞു ലോക്ക് ജോ ഡിസീസ് ആണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഇതിന് കാരണം. അപ്പൊ അത് മുറിവിലൂടെയാണ് പകരുന്നത്.
എന്നാൽ മറ്റൊരു രോഗമുണ്ട് ടെറ്റനി. ടെറ്റനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതുപോലെ കോളറ പകരുന്നത് മലിനജലത്തിലൂടെ, ടൈഫോയിഡ് പോലെ തന്നെ കോളറയും പകരുന്നത് എങ്ങനെയാണ്? മലിനജലത്തിലൂടെയാണ്. അതുപോലെ മറ്റൊരു രോഗമാണ് ബോട്ടുലിസം. ബോട്ടുലിസം എന്ന് പറയുന്നത് എന്താണ്? പഴകിയ ആഹാര പദാർത്ഥങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്ത്? ബോട്ടുലിസം. ഫുഡ് പോയിസണിന് കാരണമായിട്ടുള്ളതാണ് എന്ത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രോഗമാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ് അതിന് കാരണം. ക്ലോസ്ട്രീഡിയം, അതുപോലെ സാൽമണല്ല, ഇതൊക്കെ ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ബോട്ടുലിസത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം.